നമസ്കാരം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സംസ്ഥാന സർക്കാരിന്റെയും പാർട്ടി നേതാക്കളുടെയും ഒക്കെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുകയാണ് കേരള പോലീസിലെ വലിയൊരു വിഭാഗം. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഈ അടുത്ത കാലത്ത് നടന്നത് കൊല്ലം തേവലക്കരയിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഹെഡ് മാസ്റ്ററെ മാത്രം ബലിയാടാക്കി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയത് പോലീസിനെ കൊണ്ട്. പക്ഷേ ജനസമ്മർദ്ദമൊക്കെ വളരെ രൂക്ഷമായപ്പോൾ സ്കൂൾ മാനേജറെ കൂടി ഇപ്പോൾ പ്രതിയാക്കിയിരിക്കുകയാണ്. അതുപോലൊരു സംഭവം ഇക്കഴിഞ്ഞ ശനിയാഴ്ച വിതുരയിൽ നടന്നു. വിതുര താലൂക്ക് ആശുപത്രിയിൽ ഒരു ആദിവാസി യുവാവ്, മണലി സ്വദേശിയായ ഒരു ആദിവാസി യുവാവിനെ ആത്മഹത്യാ ശ്രമം നടത്തിയതിൻ്റെ പേരിൽ അവിടെ കൊണ്ടുവന്നു. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുമ്പോൾ ആംബുലൻസ് തടഞ്ഞു എന്നാരോപിച്ച് അവിടെ യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ പോലീസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസുകാർ ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്നാണ് ചികിത്സ വൈകി ഈ ആദിവാസി യുവാവായ ബിനു മരിച്ചത് എന്നാണ് സർക്കാരും CPM-ഉം വാദിച്ചത്. എന്നാൽ ഈ രോഗിയുടെ കുടുംബം തന്നെ പറയുന്നത് ഈ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് ഇവരെ ആംബുലൻസിൽ കയറ്റാൻ, ഈ രോഗിയെ ആംബുലൻസിൽ കയറ്റാനൊക്കെ സഹായിച്ചത് വിതുരയിലെ ഈ സമരം നടത്തിക്കൊണ്ടിരുന്ന യൂത്ത് കോൺഗ്രസുകാർ തന്നെയാണെന്ന് ഈ മരണപ്പെട്ട ആളിൻ്റെ കുടുംബാംഗങ്ങൾ പോലും പറയുമ്പോഴും പോലീസ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കേസിൽ കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ ഇന്നലെ നെടുമങ്ങാട്ടുള്ള ഒരു അഭിഭാഷകന്റെ ഓഫീസിലെത്തി ഇവരെ അറസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആശുപത്രിയിലെത്തി 1 മണിക്കൂറോളം ഈ ബിനുവിന് ചികിത്സ ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം മരിച്ചത്. ഒരു CPI-യുടെ ഒരു വിതുരയിലെ ലോക്കൽ കമ്മിറ്റി അംഗം എഴുതി തയ്യാറാക്കിയ ഒരു പരാതിയുമായി തങ്ങളുടെ കുടുംബത്തിലെത്തിയെന്നും അതിൽ ഒപ്പിടാൻ വേണ്ടി നിർബന്ധിച്ചെന്നും ഈ മരണപ്പെട്ട ബിനുവിന്റെ സഹോദരി ബിന്ദു തന്നെ പറയുന്നു. എന്നാൽ 17 മിനിറ്റോളം യൂത്ത് കോൺഗ്രസുകാർ ആംബുലൻസ് തടഞ്ഞിട്ടു എന്ന് ആണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ ഓഫീസർ ഇവർക്കെതിരെ പരാതി കൊടുത്തിരുന്നെന്നും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നുള്ള മൊഴി നൽകിയെന്നും ഒക്കെയാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ DCC സെക്രട്ടറി ഈ ലാൽ റോഷൻ ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കൾക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആസിഡ് ഉള്ളിൽ ചെന്ന നിലയിലാണ് വിതുരയിലേക്ക് ബിനുകുമാറിനെ കൊണ്ടുവന്നതും അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ച് അദ്ദേഹം ശനിയാഴ്ച മരണപ്പെടുന്നത്. ഈ ആംബുലൻസിന്റെ ദയനീയ സ്ഥിതിക്കെതിരെ വിതുര താലൂക്ക് ആശുപത്രിയിൽ സമരം നടത്തുകയായിരുന്നു ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ. അവരൊക്കെ ഈ ബിനുകുമാറിനെ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് തടഞ്ഞെന്നും ഇതാണ് മരണ കാരണമെന്നും ഒക്കെയാണ് മന്ത്രിമാരായ വീണോ ജോർജും OR കേളുവും അടക്കമുള്ള ഇടത് നേതാക്കളും ആരോപണവുമായി രംഗത്തെത്തിയ CPM നേതാക്കളും ഒക്കെ അന്ന് പറഞ്ഞത്. അത് വലിയ വിവാദമാവുകയും ചെയ്തു. തുടർന്ന് പിന്നീടാണ് മെഡിക്കൽ ഓഫീസറുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തത്. സംഭവം രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സംഭവത്തിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നാണ് ജനങ്ങളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും വളരെ സമാധാനപരമായിട്ടുള്ള ഒരു സമരമാണ് അവിടെ നടന്നത്. അവരവിടെ ബഹളമൊന്നും ഉണ്ടാക്കിയതായിട്ട് അറിയില്ല, നാട്ടുകാരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ ഈ പോലീസുകാർ, പാർട്ടി CPM-കാരോ അല്ലെങ്കിൽ DYFI-കാരോ ഒക്കെ ഇതിനെ രാഷ്ട്രീയപരമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നത് സ്വാഭാവികം തന്നെയാണ്. ആ സ്ഥാനത്ത് ഇനി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരായിരുന്നാലും അത് മാത്രമേ ചെയ്യൂ. പക്ഷേ പോലീസ് എന്താണ് ഇത്തരത്തിൽ പെരുമാറുന്നത്? പോലീസിന്റെ ഇത്തരമുള്ള ഈ പച്ചയായ ഈ നിയമലംഘനം, അല്ലെങ്കിൽ സാധാരണക്കാർ പോലും ഈ മരിച്ചുപോയ ആളിന്റെ ബന്ധുക്കൾ തന്നെ പറയുന്നു യൂത്ത് കോൺഗ്രസുകാർ ആംബുലൻസ് തടഞ്ഞിട്ടില്ല, പകരം അവർ ഈ രോഗിയെ ആംബുലൻസിൽ കയറ്റാൻ സഹായിക്കുകയായിരുന്നു എന്ന് ഈ മരണപ്പെട്ട ആളിന്റെ ബന്ധുക്കൾ തന്നെ പറയുമ്പോഴും ഇവർക്കെതിരെ കേസെടുത്തേ അടങ്ങൂ എന്നുള്ളതാണ് പോലീസിന്റെ വാശി എന്നുള്ളത്. അത് നമുക്ക് കേരളത്തിലെ ഒന്നോ രണ്ടോ സ്റ്റേഷനുകളിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു സംഭവമായി കണക്കാക്കാൻ കഴിയില്ല. കാരണം ഇവിടെ പല സംഭവങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളെ ഉൾപ്പെടെ വേട്ടയാടിയപ്പോൾ പല പോലീസ് സ്റ്റേഷനുകളിൽ നിന്നാണ് അത്തരത്തിലുള്ള ഒരു നടപടികൾ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്കെതിരെയും മറ്റുമൊക്കെ ഉണ്ടായത്. അവിടെ പാർട്ടി തീരുമാനിക്കും, ആ കാര്യം പോലീസിനെ അറിയിക്കും, പോലീസ് അതുപോലെ ചെയ്യും. അതിനേക്കാളും ഇതിന് ഏറ്റവും നല്ലത് പാർട്ടി ഓഫീസിലേക്ക് ആൾക്കാരെ അങ്ങോട്ട് മാറ്റിവിടുന്നതായിരിക്കും നല്ലത്. പോലീസിലുള്ള വിശ്വാസം ആൾക്കാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള നവകേരള സർക്കിട്ട് നടക്കുമ്പോൾ പോലും നമ്മൾ കണ്ടതാണ് എത്ര ഹീനമായിട്ടാണ് യൂത്ത് കോൺഗ്രസുകാരെ കൈകാര്യം ചെയ്തത് എന്നുള്ള കാര്യം. പക്ഷേ ഈ ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ, UDF സർക്കാർ അധികാരത്തിൽ വന്നാലും, ഇനി അതല്ല LDF സർക്കാരാണ് അധികാരത്തിൽ വന്നാൽ പോലും ഈ കേരളത്തിൽ ജനങ്ങളുടെ വിശ്വാസ്യത, കേരള പോലീസിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. MR അജിത് കുമാറിനെ പോലെയൊക്കെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഓരോ ഇത്തരം അഴിമതികളും മറ്റും തെളിവുകളടക്കം പുറത്തു വരുമ്പോഴും അതിനെയൊക്കെ എങ്ങനെ മൂടിവെക്കാൻ ശ്രമിച്ചാലും, എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും സാധാരണക്കാരായ ജനങ്ങളുടെ മുന്നിൽ, അവരുടെ മനസ്സിൽ ഒരു കേരള പോലീസിനെ കുറിച്ചുള്ള ഒരു ചിത്രമുണ്ട്. ഇന്ന് പക്ഷേ അതിന് പലരും മടിക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ കാര്യം മാത്രം എടുത്താൽ, തിരുവനന്തപുരത്ത് ഒരു IT ഉദ്യോഗസ്ഥയായ ഒരു പെൺകുട്ടിയെ
അവരുടെ വയറിലെ കൊഴുപ്പ് നീക്കാനായിട്ടൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ ക്ലിനിക്കിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് അവരുടെ വിരലുകളൊക്കെ മുറിച്ചു മാറ്റേണ്ടി വരികയും ചെയ്ത കാര്യമൊക്കെ ഈ അടുത്ത കാലത്ത്, അതായത് 2 മാസങ്ങൾക്കുള്ളിൽ ഉണ്ടായി. എന്നിട്ട് പോലും അവർ ആ സ്ഥാപനത്തിനെതിരെ കേസെടുക്കാനൊന്നും ആദ്യഘട്ടത്തിൽ പോലീസ് തയ്യാറായില്ല. പിന്നീട് ആ സ്ഥാപനം തുറന്നു പ്രവർത്തിച്ചു. അതുപോലെ നവകേരള സർക്കിട്ടിൽ നേരിട്ട മർദ്ദനങ്ങൾ, സമരക്കാരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയ BJP, യുവമോർച്ച, കോൺഗ്രസ് പ്രവർത്തകരെ എല്ലാം തല്ലിച്ചതച്ച കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സമാനമായ ഒരു സംഭവം, അതായത് വിതുരയിലെ പ്രാദേശിക നേതാക്കൾ, ലാൽ റോഷൻ ഉൾപ്പെട്ട പ്രാദേശിക നേതാക്കളെ കേസിൽ പ്രതികളാക്കാനുള്ള ഗൂഢശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിരിക്കുന്നത് എന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. മരണപ്പെട്ട ആളിന്റെ കുടുംബത്തിലുള്ളവർക്ക് പോലും പരാതിയില്ലാത്ത ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ നിരപരാധികളായ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതികളാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ അവഹേളിതരാകുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഇനി മറ്റൊരു കാര്യം കോൺഗ്രസ്സുകാരോടാണ്. അവിടെ സമരം നടത്തിയതിൽ ഒരുപാട് ക്രിമിനൽ പശ്ചാത്തലമുള്ള പെൺവാണിഭ കേസിലും തട്ടിപ്പറി കേസിലും ഒക്കെ പ്രതിയായ ഒരു വ്യക്തിയെ കണ്ടു. അത്തരം സംഭവങ്ങളൊക്കെ, അത്തരം ആൾക്കാരെയൊക്കെ സ്വീകരിക്കുന്നത് DYFI ആണ്. DYFIയിലും SFIയിലും ഒക്കെ ആണ്, അവർക്കൊരു യോഗ്യതയാണ്. ദയവ് ചെയ്ത് ഇത് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, യൂത്ത് കോൺഗ്രസ്സുകാരോ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അത്തരക്കാരെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ, അതായത് ഈ അപ്പിയിട്ടവനെ ചുമന്നാൽ ഈ ചുമക്കുന്നവന് നാറും എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. ആ ചൊല്ല് ഓർത്താൽ നിങ്ങൾക്ക് നല്ലത്. ഇന്നലെ ആ വ്യക്തിയെ ഈ പത്രത്തിലൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു. ആ വ്യക്തിയുടെ പശ്ചാത്തലം നിങ്ങൾക്കാർക്കും അറിയാത്തത് കൊണ്ടല്ല. അദ്ദേഹം തട്ടിക്കൊണ്ടുപോകൽ കേസ്, പല കേസുകളിലും, പെൺവാണിഭ കേസ്, അതുപോലെ പിടിച്ചുപറി കേസിലൊക്കെ പ്രതിയായ ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയെ ഒഴിവാക്കി നിർത്തിയാൽ ഈ കോൺഗ്രസിന് ഉള്ള മാനമെങ്കിലും സംരക്ഷിക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.